പിന്നെ സ്കിൽഫ്ലൈയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ സ്റ്റുഡൻസ് ഇന്ന് അവർക്ക് എക്സാമാണ്. ഹൈബ്രിഡ് ബാച്ചിനായിട്ട് എക്സാം ഉള്ളത്. ഓഫ്ലൈൻ ബാച്ചിൽ നിന്ന് വെബിനാറും കാര്യങ്ങളും വെച്ചിട്ടായിരുന്നു നമ്മൾ എക്സാം പോലെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും ഓഫ്ലൈനിൽ വന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് പറയാനുള്ളത്. അപ്പോൾ എന്താ പ്രശ്നമല്ല, എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈബ്രിഡല്ല ഓരോ സ്റ്റുഡൻസും അടിപൊളിയാണ്. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് അവർ അതിൽ 2-3 ആൾക്കാരുണ്ട്. ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവർ റിസർച്ചിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അവർ പല കാര്യങ്ങളും ചോദിക്കും. ഇന്നിപ്പോൾ എന്താ പറയുക, എക്സാം നടന്നുകൊണ്ട് തന്നെ ഗ്രൂപ്പിലേക്ക് അവർ അപ്ഡേറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഇനി ഒരു കട്ടറും പാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്നതല്ല, വാട്സപ്പിലേക്ക് കയറിയിട്ടില്ല. അപ്പം അതാണ് ഇവിടെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നൊരു ബെനിഫിറ്റ്. അത് ഞാൻ കണ്ടതിൽ ഞാൻ പഠിച്ചത് പ്രാക്ടിക്കലുമാണ്, തിയറി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്തിട്ടുള്ള പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഠിച്ചത്. അപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ. ഞാൻ ഈ അക്കാദമി ലോഞ്ച് ചെയ്ത് തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു കുട്ടി ഇനി തിയറി പഠിക്കരുതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു കാര്യം, എന്താ പറയുക, ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഓക്കെ.